KMIC 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 News 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 നാടിന്റെ ചലനങ്ങൾ കൺമുന്നിൽ കാണാം വാർത്താവിശേഷത്തിൻ ചെപ്പു തുറക്കാം KMIC News KMIC News. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം പ്രേക്ഷകർക്കും റേഡിയോ പ്രേക്ഷകർക്കും KMIC ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജലീൽ വണ്ണക്കോട്. പ്രധാന വാർത്തകൾ. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ കർണാടക മുഖ്യമന്ത്രിയെയും മഅദനിയെയും സന്ദർശിച്ചു. മഅദനിയുടെ ജാമ്യാപേക്ഷയെ എതിർക്കില്ലെന്ന് കർണാടക ആഭ്യന്തരമന്ത്രി. മഅദനിക്ക് നീതിയും മാനുഷിക പരിഗണനയും നൽകണം കാന്തപുരം. മഅദനിയുടെ ചികിത്സക്ക് പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ ഇടപെടൽ. മർക്കസ് സമ്മേളന സന്ദേശയാത്രകൾക്ക് ഇന്ന് മലപ്പുറത്ത് സമാപനം. കടൽക്കൊല കേസിലെ പ്രതികളായ ഇറ്റാലിയൻ നാവികർക്ക് ക്രിസ്മസ് ആഘോഷിക്കാൻ ഹൈക്കോടതി ജാമ്യം. ഗുജറാത്തിൽ നരേന്ദ്രമോദിക്ക് ഹാട്രിക് വിജയം. ഹിമാചലിൽ കോൺഗ്രസ്. മർക്കസ് മഅദനി നോളജ് സിറ്റി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഇന്ന് KMIC ന്യൂസ് ഗസ്റ്റ് ഡെസ്കിൽ. വാർത്തകൾ വിശദമായി. അബ്ദുൽ നാസർ മഅദനിയുടെ വിചാരണ തടവിനെ മനുഷ്യാവകാശ പ്രശ്നമായി ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയാത്തത് ഇന്ത്യൻ പൗരസമൂഹത്തിന്റെ വളർച്ചയില്ലായ്മയാണ് കാണിക്കുന്നതെന്ന് അഖിലേന്ത്യാ സുന്നി ജമിയത്തുൽ ഉലമ സെക്രട്ടറി ജനറൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ അഭിപ്രായപ്പെട്ടു. മഅദനിക്ക് ജാമ്യം ലഭിക്കാൻ ആവശ്യമായ പശ്ചാത്തല സൗകര്യം ഒരുക്കണമെന്നും ആവശ്യമായ ചികിത്സാ സൗകര്യങ്ങൾ ലഭ്യമാക്കണമെന്നും ആവശ്യപ്പെട്ട് കർണാടക മുഖ്യമന്ത്രി ജഗദീഷ് ഷെട്ടാർ, ആഭ്യന്തരമന്ത്രി R അശോക് എന്നിവരെ സന്ദർശിച്ച ശേഷം ബാംഗ്ലൂരിൽ വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അഗ്രഹാര ജയിലിൽ തടവിൽ കഴിയുന്ന മഅദനിയെയും കാന്തപുരം സന്ദർശിച്ചു. മഅദനിയുടെ നീണ്ട വിചാരണ തടവ് നീതി നിർവഹണ രംഗത്തെ പോരായ്മകളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ജുഡീഷ്യറിയെക്കുറിച്ച് നാം അവകാശപ്പെടാറുള്ള സുതാര്യതയ്ക്ക് കോട്ടം സംഭവിക്കുന്ന തരത്തിൽ കാര്യങ്ങൾ നീങ്ങുന്നത് നിയമവ്യവസ്ഥയെ തന്നെ ദുർബലമാക്കും. ഒരാളുടെ മതവിശ്വാസമോ രാഷ്ട്രീയ നിലപാടുകളോ അയാളുടെ പൗരാവകാശങ്ങൾ നിഷേധിക്കാനുള്ള കാരണമാകുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നമ്മുടെ സ്വാതന്ത്ര്യം അപൂർണമാണെന്നാണ്. മഅദനിയുടേത് പോലുള്ള പൗരപ്രശ്നങ്ങളെ മതപ്രശ്നമാക്കി ചിത്രീകരിക്കാനുള്ള ശ്രമം അപലപനീയമാണെന്നും കാന്തപുരം ഓർമ്മപ്പെടുത്തി. മഅദനിയുടെ കാര്യത്തിൽ നിയമത്തിന്റെ വഴിക്ക് എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നവർ ഖേദിക്കേണ്ടി വരും. നിയമം നേർവഴിക്ക് നടക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താനുള്ള ബാധ്യത എല്ലാവർക്കുമുണ്ട്. നിയമത്തിന്റെ വഴിക്കല്ല നീതിയുടെ വഴിക്ക് സഞ്ചരിക്കുമ്പോഴേ സ്വാതന്ത്ര്യം പൂർണ്ണാർത്ഥത്തിൽ എത്തുകയുള്ളൂ. മഅദനിയുടെ കാര്യത്തിൽ നിയമവ്യവസ്ഥയെ ഇவ்விധം തുടരാൻ അനുവദിക്കുന്നത് നീതിന്യായ നിർവഹണ രംഗത്ത് തെറ്റായ കീഴ്വഴക്കങ്ങൾക്ക് ഇടയാക്കുമെന്നും കാന്തപുരം ഓർമ്മപ്പെടുത്തി. കർണാടക മുഖ്യമന്ത്രിയെയും ആഭ്യന്തരമന്ത്രിയെയും സന്ദർശിച്ച കാന്തപുരം ഇത് സംബന്ധിച്ച് നിവേദനം നൽകി. ആശാവഹമായ പ്രതികരണമാണ് മന്ത്രിമാരിൽ നിന്ന് ഉണ്ടായതെന്ന് കാന്തപുരം പറഞ്ഞു. കോടതി നടപടിക്രമങ്ങളുടെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് മഅദനിയുടെ കാര്യത്തിൽ മാനുഷിക പരിഗണന നൽകിക്കൊണ്ടുള്ള നിലപാടെടുക്കുമെന്ന് ഇവർ ഉറപ്പു നൽകിയതായി കാന്തപുരം പറഞ്ഞു. മഅദനിയുടെ ജാമ്യാപേക്ഷയെ എതിർക്കില്ലെന്നാണ് ആഭ്യന്തരമന്ത്രി സൂചിപ്പിച്ചത്. SYS കേരള സംസ്ഥാന പ്രസിഡന്റ് പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ, മർക്കസ് വൈസ് ചാൻസലർ ഡോക്ടർ ഹുസൈൻ സഖാഫി ചുള്ളിക്കോട്, നിസാല പത്രാധിപർ സുലൈമാൻ സഖാഫി മാളിയേക്കൽ, കർണാടക വഖഫ് ബോർഡ് ഡയറക്ടർ ഷാഫി സൈദി, SSF അഖിലേന്ത്യാ കൺവീനർ റൌഫ് ബാംഗ്ലൂർ എന്നിവർ കാന്തപുരത്തോടൊപ്പമുണ്ടായിരുന്നു. വിചാരണ തടവുകാരനായി ജയിലിൽ കഴിയുന്ന അബ്ദുൽ നാസർ മഅദനിക്ക് വിദഗ്ധ ചികിത്സ നൽകുന്ന വിഷയത്തിൽ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ ഇടപെടൽ. വിദഗ്ധ ചികിത്സ നൽകുന്ന വിഷയം ആഭ്യന്തര സെക്രട്ടറി മുഖേന കർണാടക സർക്കാരുമായി സംസാരിക്കാൻ പ്രിൻസിപ്പൽ സെക്രട്ടറി പുലോക് ചാറ്റർജിയെ പ്രധാനമന്ത്രി ചുമതലപ്പെടുത്തി. മഅദനിയുടെ മാതാപിതാക്കൾ ചെങ്ങന്നൂരിലെത്തി തൊഴിൽ സഹമന്ത്രി കൊടിക്കുന്നിൽ സുരേഷിന്റെ സഹായം അഭ്യർത്ഥിച്ചിരുന്നു. ഇതേ തുടർന്ന് അദ്ദേഹമാണ് ഈ വിഷയം പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. വിദഗ്ധ ചികിത്സ നൽകിയില്ലെങ്കിൽ ജീവൻ തന്നെ അപകടത്തിലാകാവുന്ന സ്ഥിതിയാണെന്ന് സുരേഷ് പ്രധാനമന്ത്രിയെ അറിയിച്ചു. വിചാരണ തടവുകാരന് മതിയായ ചികിത്സ നൽകാത്തത് മനുഷ്യാവകാശങ്ങളുടെ ലംഘനമാണെന്നും ചൂണ്ടിക്കാട്ടി. കേരളത്തിലെ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ വികാരവും പ്രധാനമന്ത്രിയോട് വിശദീകരിച്ചതായി കൊടിക്കുന്നിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു.
നിയമ നടപടികൾ മുന്നോട്ടു പോകുന്നതിനെ എതിർക്കുന്നില്ല. എന്നാൽ അതിന്റെ പേരിൽ വിദഗ്ധ ചികിത്സ നിഷേധിക്കാൻ പാടില്ല, കൊടിക്കുന്നിൽ സുരേഷ് പറഞ്ഞു. കഴിഞ്ഞ ദിവസം വ്യോമയാന സഹമന്ത്രി KC വേണുഗോപാൽ ആഭ്യന്തര മന്ത്രി സുശീൽ കുമാർ ഷിൻഡേക്ക് മുമ്പാകെയും വിഷയം ഉന്നയിച്ചിരുന്നു. കടൽക്കൊലക്കേസിൽ പ്രതികളായ ഇറ്റാലിയൻ നാവികർക്ക് രാജ്യം വിടുന്നതിന് ഹൈക്കോടതി അനുമതി നൽകി. കർശന ഉപാധികളോടെയാണ് കോടതി നാവികർക്ക് ഇറ്റലിയിലേക്ക് മടങ്ങുന്നതിനുള്ള അനുമതി നൽകിയിരിക്കുന്നത്. ജനുവരി 10 തിരിച്ചെത്തണമെന്നാണ് കോടതി ഉത്തരവ്. രാജ്യം വിടുന്നതിന് 6 കോടി രൂപ ബാങ്ക് ഗ്യാരണ്ടി കെട്ടിവെക്കണമെന്ന നിബന്ധനയുമുണ്ട്. ഗുജറാത്തിൽ ഹാട്രിക് വിജയത്തോടെ BJPയും ഹിമാചൽ പിടിച്ചെടുത്തു കോൺഗ്രസും ഭരണത്തിലേക്ക്. നേരത്തെ തന്നെ BJPക്ക് വ്യക്തമായ ഭൂരിപക്ഷം പ്രവചിക്കപ്പെട്ടിരുന്ന ഗുജറാത്തിൽ 120 മണ്ഡലങ്ങളിൽ പാർട്ടി വിജയിച്ചു. ഹിമാചലിൽ 68ൽ 36 സീറ്റിൽ വിജയിച്ചാണ് കോൺഗ്രസ് ഭരണം പിടിച്ചെടുത്തത്. മുഖ്യമന്ത്രി നരേന്ദ്രമോദി 70,551 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് മണിനഗറിൽ നിന്ന് വിജയിച്ചത്. BJP നേതാവ് അമിത്ഷാ, മുൻ മുഖ്യമന്ത്രിയും ഗുജറാത്ത് പരിവർത്തൻ പാർട്ടി നേതാവ് കേശുഭായ് പട്ടേൽ തുടങ്ങിയവരും വിജയിച്ചു. എന്നാൽ 2007ലെ തിരഞ്ഞെടുപ്പിലെ തിളക്കം BJPക്ക് ആവർത്തിക്കാനായില്ല. ഒപ്പം എക്സിറ്റ് പോൾ ഫലങ്ങളുടെ അടുത്തെത്താനും BJPക്ക് സാധിച്ചില്ല. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ മോഡിക്ക് 76,000 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് ഉണ്ടായിരുന്നത്. മോഡി മന്ത്രിസഭയിലുണ്ടായിരുന്ന 3 പേർ തോൽക്കുകയും ചെയ്തു. കോൺഗ്രസ് 56 സീറ്റുകളിലും കേശുഭായ് പട്ടേലിന്റെ ഗുജറാത്ത് പരിവർത്തൻ പാർട്ടി 2 മണ്ഡലങ്ങളിലും വിജയിച്ചു. മുൻവർഷത്തേക്കാൾ കോൺഗ്രസ് ഗുജറാത്തിൽ നില മെച്ചപ്പെടുത്തി. എന്നാൽ പ്രതിപക്ഷ നേതാവ് ശക്തി സിംഗ് ഗോഹിൽ ഉൾപ്പെടെയുള്ള നേതാക്കൾ തോറ്റത് കോൺഗ്രസിന് തിരിച്ചടിയായി. ഹിമാചലിൽ ആദ്യഘട്ടത്തിൽ പിന്നിട്ടുനിന്ന കോൺഗ്രസ് തിരിച്ചുവരുന്ന കാഴ്ചയാണ് ഹിമാചലിൽ ദൃശ്യമായത്. ഇവിടെ കോൺഗ്രസ് 36ഉം BJP 26ഉം സീറ്റുകളിൽ മുന്നിട്ടുനിന്നു. മറ്റു പാർട്ടികൾ 6 സീറ്റിൽ വിജയിച്ചു. അതിനിടെ സംസ്ഥാനത്ത് കോൺഗ്രസ് സർക്കാർ രൂപവൽക്കരിക്കുന്നത് സംബന്ധിച്ച ചർച്ച തുടങ്ങിക്കഴിഞ്ഞതായി റിപ്പോർട്ടുണ്ട്. 5 തവണ മുഖ്യമന്ത്രിയായ കോൺഗ്രസിന്റെ വീർഭദ്ര സിംഗ് ഉൾപ്പെടെയുള്ള നേതാക്കൾ വിജയിച്ചു. തമിഴ്നാട് മുസ്ലിങ്ങളുടെ ആത്മീയ നേതാവും സുന്നി ജമിയത്തുൽ ഉലമ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റും പ്രമുഖ പണ്ഡിതനുമായ ഹസ്രത്ത് കലന്തർ മസ്താൻ റഹ്മാനി കായൽപട്ടണം നിര്യാതനായി. 72 വയസ്സായിരുന്നു. തമിഴ്നാട്ടിലെ കായൽപട്ടണം മഹ്ലറത്തുൽ ഖാദിരിയ അറബിക് കോളേജിൽ 4 പതിറ്റാണ്ടായി പ്രിൻസിപ്പലായി സേവനമനുഷ്ഠിച്ചു വരികയായിരുന്നു. ഖബറടക്കം നാളെ രാവിലെ 8 മണിക്ക് സ്വദേശമായ കടിഞ്ഞല്ലൂരിൽ നടക്കും. സുന്നി ജമിയത്തുൽ-ഉലമ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ വിയോഗത്തിൽ അനുശോചനം അറിയിച്ചു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. ആസുരതകളിലെ ദുരപേരിയുയരുമ്പോ ആകുലങ്ങളിലെ ഇരാതി നുണയുമ്പോ ചിരിതൂകിടാൻ വിഴിപൂട്ടിടാൻ കഴിയുന്നുവോ പുലരെ ഹൃദയങ്ങളിൽ ഉഷസിന്റെ ഉമ്മ പടർത്തു. വൈജ്ഞാനിക വിപ്ലവത്തിന്റെ 35 വർഷങ്ങൾ. മർക്കസ് 35ാം വാർഷിക മഹാസമ്മേളനം 2013 ജനുവരി 4 മുതൽ 6 വരെ കോഴിക്കോട് മർക്കസ് നഗരിയിൽ. ഇന്ത്യയിലും വിദേശത്തുമായി 30ൽ പരം ക്യാമ്പസുകൾ, 100ഓളം സ്ഥാപനങ്ങൾ. ജീവകാരുണ്യ മേഖലയിലെ മികവിന് അന്താരാഷ്ട്ര അംഗീകാരം. ഈ മാനവിക മുന്നേറ്റത്തിൽ പങ്കാളികളാവുക. മർക്കസ്, ഷേപ്പിംഗ് എ കൾച്ചർ. 35 years of educational revivalism and social empowerment. Marcus 35th Annual Conference and Convocation 2013, January 4th, 5th and 6th at Marcus Nagar, Calicut. More than 30 campuses and 100 institutions throughout India and abroad. International merit achievements and recognition for charity services. Be a part of this humanitarian movement. Marcus, shaping a culture. തീക്കനൽ പെയ്യും മാതാപിതാ മനമിൽ തോറ്റിടുന്നിവിടം മനസ്സുള്ളിലെ സ്നേഹം. വാർത്തകൾ തുടരുന്നു. സംഘടനാ വാർത്തകൾ. ജനുവരി 4, 5, 6 തീയതികളിൽ നടക്കുന്ന മർക്കസ് 35ാം വാർഷിക 16ാം സന്നിധാന സമ്മേളനത്തിന്റെ ഭാഗമായി ഈ മാസം 13-ന് ആരംഭിച്ച സന്ദേശയാത്രകൾക്ക് ഇന്ന് മലപ്പുറത്ത് സമാപനം. സയ്യിദ് യൂസുഫുൽ ബുഖാരി തങ്ങൾ വയലത്തൂരിന്റെ നേതൃത്വത്തിൽ ഉത്തരമേഖലാ യാത്ര മംഗലാപുരത്തു നിന്നും, സയ്യിദ് അലി ബാഫഖി തങ്ങളുടെ നേതൃത്വത്തിൽ ദക്ഷിണമേഖലാ യാത്ര തിരുവനന്തപുരത്തു നിന്നുമാണ് പ്രയാണം ആരംഭിച്ചത്. ഈ 2 യാത്രകളും വൈകുന്നേരം 6:30 മലപ്പുറത്ത് കുന്നുമലിൽ സംഗമിച്ചു. സമാപന സമ്മേളനത്തിൽ മർക്കസ് ജനറൽ സെക്രട്ടറി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ, സമസ്ത ഉപാധ്യക്ഷൻ E സുലൈമാൻ മുസ്ലിയാർ, SYS സംസ്ഥാന പ്രസിഡന്റ് പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ, സയ്യിദ് യൂസുഫുൽ ബുഖാരി വയലത്തൂർ, സയ്യിദ് അലി ബാഫഖി തങ്ങൾ വണ്ടൂർ, അബ്ദുറഹ്മാൻ ഫൈസി പേരോട്, അബ്ദുറഹ്മാൻ സഖാഫി കൂറ്റമ്പാറ, അബ്ദുറഹ്മാൻ ദാരിമി, N അലി അബ്ദുള്ള, സ്വാദിഖ് സഖാഫി പെരിന്താറ്റിരി, KM റഹീം തുടങ്ങിയവർ സംബന്ധിക്കും.
ഇന്നലെ മലപ്പുറം ജില്ലയിൽ പ്രവേശിച്ച ഉത്തരമേഖലാ യാത്രക്ക് ജില്ലാ അതിർത്തിയായ വഴിക്കടവിൽ സുന്നി നേതാക്കളുടെയും നൂറുകണക്കിന് പ്രവർത്തകരുടെയും സാന്നിധ്യത്തിൽ ഉജ്ജ്വല വരവേൽപ്പാണ് ലഭിച്ചത്. ജില്ലാ സംഘാടക സമിതി ചെയർമാൻ സയ്യിദ് ഹുസൈൻ അഹമ്മദ് ശിഹാബ് തങ്ങൾ തിരൂർക്കാട് യാത്രാ നായകന് ഷാൾ അണിയിച്ചു. വണ്ടൂർ അബ്ദുറഹ്മാൻ ഫൈസി, കൂറ്റമ്പാറ അബ്ദുറഹ്മാൻ ദാരിമി തുടങ്ങി നിരവധി പണ്ഡിതർ സംഗമിച്ചു. ഇന്ന് നടക്കുന്ന സമാപന സമ്മേളനം അല്പസമയത്തിനകം KMIC തത്സമയം സംപ്രേഷണം ചെയ്യുമെന്ന് KMIC ലൈവ് ടീം അഡ്മിൻ മുജീബ് CMR കബീർ PP അറിയിച്ചു. മർക്കസ് 35ാം വാർഷിക സമ്മേളനത്തിന്റെ പതാക ദിനം നാളെ ആചരിക്കണമെന്ന് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ അറിയിച്ചു. യൂണിറ്റുകളിൽ തോരണങ്ങളും പതാക കെട്ടിയും അലങ്കരിക്കണം. പ്രഭാതപേരി സംഘടിപ്പിക്കാനും മസ്ജിദുകളിൽ ജുമയ്ക്ക് ശേഷം സന്ദേശ പ്രഭാഷണം നടത്താനും നിർദ്ദേശിച്ചിട്ടുണ്ട്. മർക്കസ് സമ്മേളന പ്രചാരണ ഭാഗമായി കളമശ്ശേരി ടൗൺ ഹാളിൽ നാളെ വൈകിട്ട് 6:30 പലിശരഹിത ഫൈനാൻസ് സാമ്പത്തിക സെമിനാർ സംഘടിപ്പിക്കുന്നു. സെമിനാറിൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ അധ്യക്ഷത വഹിക്കും. ധനകാര്യമന്ത്രി KM മാണി ഉദ്ഘാടനം നിർവഹിക്കും. MLA മാരായ ബെന്നി ബെഹനാൻ, അൻവർ സാദത്ത്, മുൻ MP K ചന്ദ്രൻപിള്ള, മുൻ MLA യൂസുഫ്, BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി AN രാധാകൃഷ്ണൻ, ഡോക്ടർ ഹുസൈൻ സഖാഫി ചുള്ളിക്കോട്, മുഹമ്മദ് അലി സഖാഫി തൃക്കരിപ്പൂർ തുടങ്ങിയവർ പങ്കെടുക്കും. തിരൂരങ്ങാടി താലൂക്ക് സമസ്ത പണ്ഡിത ക്യാമ്പ് ഈ മാസം 22 ഒതുക്കുങ്ങൽ ഇഹ്യാഉസ്സുന്ന അറബിക് കോളേജിൽ നടത്താൻ തീരുമാനിച്ചു. രാവിലെ 10 കേന്ദ്ര മുഷാവറ ഉപാധ്യക്ഷൻ സുലൈമാൻ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്യും. തൗഹീദ് അജഞ്ചലമാണ് എന്ന വിഷയം പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ അവതരിപ്പിക്കും. സമസ്ത കേരള സുന്നി ജമിയത്തുൽ മുഅല്ലിമീൻ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ദ്വിദിന മുഅല്ലിം മഹർജാൻ നാളെ മടവൂർ CM മഖാം സിയാറത്തോടെ CM സെന്ററിൽ തുടക്കമാകും. കാപ്പാട് ഉമർ മുസ്ലിയാർ സിയാറത്തിന് നേതൃത്വം നൽകും. 3:30 ആലിക്കുട്ടി ഫൈസി മടവൂർ പതാക ഉയർത്തും. തുടർന്ന് ഡോക്ടർ M അബ്ദുൽ അസീസ് ഫൈസി ചെറുവാടി മഹർജാൻ ഉദ്ഘാടനം ചെയ്യും. സയ്യിദ് അലി ബാഫഖി തങ്ങൾ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകും. CM യൂസുഫ് സഖാഫി, KK അഹമ്മദ് കുട്ടി മുസ്ലിയാർ കട്ടിപ്പാറ, അബ്ദുള്ള സൈദി ചെറുവാടി, സുലൈമാൻ സഖാഫി കുഞ്ഞുകുളം തുടങ്ങിയ പ്രമുഖ പണ്ഡിതർ സംബന്ധിക്കും. 5:30 കലാസാഹിത്യ മത്സരം ആരംഭിക്കും. ശനിയാഴ്ച 3 മണിക്ക് നടക്കുന്ന സമാപന സംഗമം SYS കോഴിക്കോട് ജില്ലാ ട്രഷറർ അബ്ദുറഹ്മാൻ ബാക്കവി മടവൂർ ഉദ്ഘാടനം ചെയ്യും. ബഷീർ മുസ്ലിയാർ ചെറൂപ്പ അധ്യക്ഷത വഹിക്കും. പ്രൊഫസർ AK അബ്ദുൽ ഹമീദ് ഉപഹാര സമർപ്പണവും VPM ഫൈസി വില്യാപ്പള്ളി സർട്ടിഫിക്കറ്റ് വിതരണവും നടത്തും. SSF 40ാം വാർഷിക സമ്മേളനത്തിന്റെ ഭാഗമായി I-ടീം അംഗങ്ങൾ കുണ്ടൂർ ഉസ്താദിന്റെ സാന്നിധ്യത്തിൽ സംഗമിക്കുന്നു. ജനുവരി 10 മുതൽ 13 വരെ നടക്കുന്ന ഉറൂസിന്റെ ഭാഗമായി തിരൂരങ്ങാടി, താനൂർ, കോട്ടക്കൽ ഡിവിഷനുകളിലെ 1000-ൽ പരം വരുന്ന സന്നദ്ധ സംഘമാണ് ഈ മാസം 23 കുണ്ടൂരിൽ സംഗമിക്കുന്നത്. ഉച്ചയ്ക്ക് 2 മണിക്ക് ആരംഭിക്കുന്ന തഖ്വിയ 2012 ക്യാമ്പ് സമസ്ത ഉപാധ്യക്ഷൻ സുലൈമാൻ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്യും. വിവിധ സെഷനുകൾക്ക് ബഷീർ ഫൈസി വണ്ണക്കോട്, NM സ്വാദിഖ് സഖാഫി, അബ്ദുൽ അസീസ് സഖാഫി മമ്പാട്, അബ്ദുൽ ജലീൽ സഖാഫി കടലുണ്ടി തുടങ്ങിയവർ നേതൃത്വം നൽകും. ആലോചനാ യോഗത്തിൽ NV അബ്ദുറസാഖ് സഖാഫി അധ്യക്ഷത വഹിച്ചു. M മുഹമ്മദ് സ്വാദിഖ് ഉദ്ഘാടനം ചെയ്തു. കുണ്ടൂർ ഉസ്താദ് 7ാമത് ഉറൂസ് മുബാറക്കിനോടനുബന്ധിച്ച് കുണ്ടൂർ ഗൗസിയ ദഅവ കോളേജിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന അഖില കേരള അൽഫിയ ബൈത്ത് മത്സരം ജനുവരി 3 കുണ്ടൂർ ഗൗസിയ അങ്കണത്തിൽ നടക്കും. കേരളത്തിലെ ദർസ്, ദഅവ, ശരീഅത്ത് കോളേജ് വിദ്യാർത്ഥികൾക്ക് മത്സരത്തിൽ പങ്കെടുക്കാം. 1, 2, 3 സ്ഥാനം നേടുന്നവർക്ക് 5000, 3000, 2000 രൂപ വീതം ക്യാഷ് അവാർഡ് നൽകും. പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ പൂരിപ്പിച്ച അപേക്ഷ ഈ മാസം 25 മുമ്പായി അഖില കേരള അൽഫിയ ബൈത്ത് മത്സരം ഗൗസിയ കോളേജ്, കുണ്ടൂർ, നന്നമ്പ്ര PO എന്ന വിലാസത്തിൽ അയക്കണമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. പുത്തികെ മുഹിമ്മാത്ത് സ്ഥാപന സമുച്ചയത്തിന്റെ 20ാം വാർഷിക ബിരുദദാന സമ്മേളനം നാളെ തുടങ്ങും. നാളെ ഉച്ചയ്ക്ക് 1:30 സയ്യിദ് മുട്ടം കുഞ്ഞിക്കോയ തങ്ങളുടെ നേതൃത്വത്തിൽ ഇച്ചിലങ്കോട് മഖാം സിയാറത്തോടെ പരിപാടികൾ ആരംഭിക്കും. സയ്യിദ് മുഹമ്മദ് ഉമറുൽ ഫാറൂഖ് അൽ ബുഖാരി പതാക ഉയർത്തും. വൈകിട്ട് 4:30 സമ്മേളനം സയ്യിദ് സൈനുൽ ആബിദീൻ ബാഫഖി മലേഷ്യ ഉദ്ഘാടനം ചെയ്യും. സയ്യിദ് ഹസൻ അഹദൽ തങ്ങൾ അധ്യക്ഷത വഹിക്കും. മുഹമ്മദ് ഫൈസി മുഖ്യ പ്രഭാഷണം നടത്തും. കുരുവട്ടൂർ ഹിക്മത്തു സുന്നയുടെ കീഴിൽ വീടുകളിൽ വെച്ച് നടക്കുന്ന സ്വലാത്ത് മജ്ലിസ് ഇനി ഹിക്മത്തു സുന്ന സ്ഥാപനത്തിൽ വെച്ച് നടക്കും. 2013 ജനുവരി 8 സ്വലാത്ത് മജ്ലിസിന്റെ ഉദ്ഘാടന സമ്മേളനം കുരുവട്ടൂർ ഹിക്മത്തു സുന്ന സ്ഥാപനത്തിൽ വെച്ച് നടക്കും.
വൈകുന്നേരം 7 മണിക്ക് ആരംഭിക്കുന്ന പരിപാടിയിൽ പ്രമുഖ സയ്യിദർ, പണ്ഡിതർ, സൂഫി വര്യർ സംബന്ധിക്കും. ആയിരങ്ങൾ പങ്കെടുക്കുന്ന ആത്മീയ സംഗമത്തിന്റെ വിജയത്തിനായി 101 സ്വാഗത സംഘം രൂപവൽക്കരിച്ചു. ഹാഫിൽ ഉസ്താദ് ചെയർമാനും ത്വാഹിർ സഖാഫി മഞ്ചേരി വൈസ് ചെയർമാനും ഇസ്ഹാഖ് ഹാജി ആക്കോട് കൺവീനറും ബഷീർ മാസ്റ്റർ ജോയിന്റ് കൺവീനർ അബ്ദുൽ അസീസ് ചെറുപ്പ ട്രഷററായും കമ്മിറ്റി നിലവിൽ വന്നു. സമ്മേളനത്തിന്റെ ഭാഗമായി 100 കുടുംബങ്ങൾക്ക് റിലീഫ് വിതരണവും മറ്റു പദ്ധതികളും നടത്തുമെന്ന് സ്വാഗത സംഘം ഭാരവാഹികൾ പറഞ്ഞു. കുരുവട്ടൂർ ഹിക്മത്ത് സുന്ന ജിദ്ദ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന മാസാന്ത ബുർദ മജ്ലിസ് ഇന്ന് രാത്രി 12 മണിക്ക് ജിദ്ദ മബ്രൂക്ക് മൻസിലിൽ വെച്ച് നടക്കും. പരിപാടിയിൽ പ്രഗത്ഭ പണ്ഡിതരും സാദാത്തുക്കളും പങ്കെടുക്കുമെന്ന് കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു. ഈ അടുത്തായി മരണപ്പെട്ടവർക്ക് വേണ്ടി KMICയുടെ നേതൃത്വത്തിൽ ചൊല്ലുന്ന ലക്ഷക്കണക്കിന് തഹ്ലീൽ ഇന്ന് സമാപിക്കുന്നു. കുണ്ടൂരിൽ വെച്ച് നടക്കുന്ന ബുർദ മജ്ലിസിനു ശേഷം പ്രത്യേക പ്രാർത്ഥന നടക്കും. കണക്ക് നൽകാൻ ബാക്കിയുള്ളവർ ഇന്ത്യൻ സമയം 9:30 മുമ്പായി അഡ്മിൻ അബു മിസ്ബ 756 എന്ന ഐഡിയിൽ അറിയിക്കണമെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു. മടവൂർ CM സെന്ററിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ദ്വൈമാസ ദിക്ർ ഹൽക്ക ഇന്ന് വൈകിട്ട് 7 മണിക്ക് CM സെന്റർ മടവൂർ ഷെരീഫിൽ നടക്കും. മജ്ലിസിന് ഹാഫിൽ ഉസ്താദ് നേതൃത്വം നൽകും. തത്സമയം സുന്നി ഓൺലൈൻ ക്ലാസ് റൂമിൽ സംപ്രേഷണം ചെയ്യും. മുക്കം ചെറുവാടി SSF SYS സംഘടിപ്പിക്കുന്ന 5ാമത് ദശദിന ഖുർആൻ പ്രഭാഷണം നാളെ മുതൽ ആരംഭിക്കും. ഷാഫി സഖാഫി മുണ്ടമ്പ്ര 10 ദിവസത്തെ പ്രഭാഷണ പരമ്പരയിൽ പ്രസംഗിക്കും. ഇനി KMIC ന്യൂസ് ഗസ്റ്റ് ഡെസ്ക്. ഇരുളിൻ പുക നീക്കിടാം, കരളിൽ ഹിമപൂച്ചൂടാം, നേരിൻ തിരിനാളമിടാം, പാലിൽ ചിരിത്താരുതിരാൻ, കൈരളിയിൽ ഹൈറുണരാൻ, ശൈലങ്ങളിലും വിതറാം, തളിരിൻ ചെടി വിത്തുകളാൽ ഹരിതം. KMIC ന്യൂസ് ഗസ്റ്റ് ഡെസ്കിൽ അഖിലേന്ത്യാ സുന്നി ജമിയത്തുൽ ഉലമ സെക്രട്ടറി ജനറൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ നമ്മോടൊപ്പം ചേരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിന് KMIC ന്യൂസ് ഗസ്റ്റ് ഡെസ്കിലേക്ക് സ്വാഗതം. ആദ്യമായി മർക്കസുമായി ബന്ധപ്പെട്ട് 2-3 ചോദ്യങ്ങൾ അങ്ങേക്ക് മുമ്പിലേക്ക് വെക്കുന്നു. 35 വർഷം മുമ്പ് ലോക പണ്ഡിതരിൽ പ്രമുഖരായ സയ്യിദ് അലവി മാലിക്കി മക്ക കോഴിക്കോട് വരികയും സയ്യിദ് മുഹമ്മദ് അലവി മാലിക്കി മക്ക കോഴിക്കോട് വരികയും മർഹൂം EK അബൂബക്കർ മുസ്ലിയാർ, EK ഹസൻ മുസ്ലിയാർ, സയ്യിദ് അവൈലത്ത് തങ്ങൾ, ഫസൽ തങ്ങൾ തുടങ്ങി നിരവധി മഹാന്മാരുടെ സാന്നിധ്യത്തിൽ ആരംഭിക്കുകയും ചെയ്ത മർക്കസ് സഖാഫത്ത് സുന്നിയ ഇന്ന് ലോകത്തോളം വളർന്നിരിക്കുന്നു. 35ാം വാർഷികം ആഘോഷിക്കുകയാണ്. ഈ 35 വർഷത്തിനിടയിൽ ഉസ്താദിന് ഏറ്റവും ഓർമ്മ വരുന്ന സംഭവം ഏതാണ്? എനിക്ക് എപ്പോഴും അന്നും ഇന്നും ഓർമ്മ വരുന്നത് മർക്കസ് സഖാഫത്ത് സുന്നിയയിൽ 5000-ലധികം വിദ്യാർത്ഥികൾ ഒരു പള്ളിയിൽ പഴയ സമയത്ത് ഒരുമിച്ച് കൂടി ജമാഅത്തായി നിസ്കരിക്കുകയും അതിനുവേണ്ടി പള്ളിയിലേക്ക് വരിയായി വരികയും ജമാഅത്ത് കഴിഞ്ഞ് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്ത് റൂമുകളിലേക്ക് തിരിച്ചു പോവുകയും ചെയ്യുന്ന ഈ കാഴ്ച, അത്രയും നല്ലൊരു കാഴ്ച ലോകത്ത് വേറെ എവിടെയും ഹജ്ജിൻ്റെതും റസൂലുള്ളാഹിന്റെ മദീനത്തും ഒഴിച്ച് ഇല്ലെന്നാണ് എൻ്റെ വിശ്വാസം. അങ്ങനെ ആ വ്യക്തമായ ദൃശ്യം അതാണ് എൻ്റെ ഹൃദയത്തിൽ ഏറ്റവും അധികം സന്തോഷവും ആഹ്ലാദവും ഉണ്ടാക്കുന്ന ഒന്ന്. മറ്റൊന്ന്, ഞാൻ മർക്കസ് തുടങ്ങിയ ആ കാലം മുതൽ സഹീഹുൽ ബുഖാരി ദർസ് നടത്തി വരാറുണ്ട്. അതിന്റെ മുമ്പുമുണ്ട്. 1964 മുതൽ ഞാൻ ദർസ് ആരംഭിച്ചു. അന്ന് മുതൽ സഹീഹുൽ ബുഖാരി ദർസ് നടത്തി പോന്നിട്ടുണ്ട്. ഈ ദർസ് എന്നും നിലനിൽക്കുകയും അതിൽ ഓരോ വർഷവും ആളുകൾ വർദ്ധിച്ചു വരികയും ചെയ്യുന്ന സംഭവമാണ് മർക്കസിൽ ഉള്ളത്. മർക്കസ് സഖാഫത്ത് സുന്നിയ നിലവിൽ വന്നതോടുകൂടി ഈ ബുഖാരി ദർസ് പൂർവോപരി
പുരോഗമിക്കുകയും ആളുകൾ ധാരാളമായി ആ ദർസിൽ ഹാജരാകുകയും ചെയ്യുന്നത് അത് ഏറ്റവും വലിയ സന്തോഷമാണ്. ജീവിതത്തിൽ എഴുതുമായി ബന്ധപ്പെട്ട് ദർസ് നടത്തുക ഇതിനേക്കാൾ സന്തോഷമായി മറ്റൊന്ന് ഇല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. 35 വർഷം മുമ്പ് സ്ഥാപനങ്ങളോ സൗകര്യങ്ങളോ ഇല്ലാത്ത ഒരു കാലഘട്ടത്തിൽ, കൃത്യമായി പറഞ്ഞാൽ മർക്കസിന്റെ വരവിന് മുമ്പ്, കേരള മുസ്ലിങ്ങളുടെ വിദ്യാഭ്യാസ, മത, സാമൂഹിക സ്ഥിതി എന്തായിരുന്നു? അതിനു മുമ്പ് ഇന്നത്തതുപോലെ ഒരു വിദ്യാഭ്യാസ രംഗത്തുള്ള മുന്നേറ്റം ഉണ്ടായിരുന്നില്ല എന്നതാണ് സത്യം. ചില പള്ളികളിലും മറ്റു ചില സ്ഥാപനങ്ങളിലും അല്പാൽപമായി ദർസുകളും കോളേജുകളും എല്ലാം ഉണ്ടായിരുന്നു. പള്ളി ദർസുകൾ ധാരാളമായി ഉണ്ട് എന്നത് ശരിയാണ്. നമ്മുടെ പഴയ ആലിന്യങ്ങൾ ആ കാലത്തോട് അനുയോജ്യമായവർക്ക് പള്ളി ദർസ് നടത്തുകയും ഇനി പ്രചാരണം നടത്തുകയും അഭിവൃദ്ധിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അവരെ നമുക്ക് അനുസ്മരിക്കാം, അവരെ ഒരിക്കലും ആക്ഷേപിക്കേണ്ടതില്ല. അതേസമയം ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിൽ ഭൗതിക വിദ്യാഭ്യാസത്തിന്റെ മുന്നേറ്റവും അതിലുള്ള അതിപ്രസരവും യുവാക്കളിൽ കടന്നുകൂടുന്ന കാലത്ത് ആധുനിക വിദ്യാഭ്യാസത്തെ വെല്ലുന്ന വിധത്തിൽ മതവിദ്യാഭ്യാസത്തിന്റെ രംഗത്ത് ചില ആസൂത്രിത പദ്ധതികളും പുതിയ രൂപങ്ങളും ഭാവങ്ങളും ഉണ്ടാക്കുക എന്നത് അനിവാര്യമാണ് എന്ന അടിസ്ഥാനത്തിൽ മർക്കസ് സുന്നിയ തന്നെയാണ് ഇവിടെ ആദ്യമായി മതഭൗതിക സാങ്കേതിക വിദ്യാഭ്യാസത്തെ സമന്വയിപ്പിച്ചുകൊണ്ട് വലിയ രൂപത്തിൽ പഠിപ്പിക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കിയത്. അത് മുമ്പ് ഇല്ലാത്തതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അതിയായ സന്തോഷം ഉണ്ട്. ലോകത്തോളം വളർന്ന മർക്കസ്, ശത്രുവും മിത്രവും എല്ലാവരും ചർച്ച ചെയ്യുന്ന മർക്കസും അതിന്റെ സാരഥിയായ കാന്തപുരം ഉസ്താദും ഇത്ര വളരാൻ കാരണം മഹാനായ ഖുത്ബുൽ ആലം ഷെയ്ഖ് സീമരുല്ലാഹി തങ്ങളുടെ പിന്തുണയും നിർദ്ദേശവുമാണെന്ന് കേട്ടിട്ടുണ്ട്. എങ്ങനെയാണ് ഖുത്ബുൽ ആലം മർക്കസിന്റെ പ്രാരംഭം മുതൽ ഇടപെട്ടത്? ഷെയ്ഖ് മുഹമ്മദ് അബൂബക്കർ മടവൂരി സിയം വലിയുള്ളാഹി എന്ന പേരിൽ പ്രസിദ്ധരായ മഹാനവറുകൾ, എന്റെ ചെറുപ്പകാലം മുതൽക്ക് ഞാനും അദ്ദേഹവുമായി ബന്ധമുണ്ട്. അദ്ദേഹത്തെ സമീപിക്കുകയും ദുആ ചെയ്യിപ്പിക്കുകയും ചെയ്യാറുണ്ട്. ആ നിലയിൽ മർക്കസിന് സ്ഥലം ലഭിക്കാൻ വരെ പ്രയാസമായപ്പോൾ ബഹുമാനപ്പെട്ട മുഹമ്മദ് അബൂബക്കർ മടവൂരി അവരുകളെ ബന്ധപ്പെടുകയും അദ്ദേഹം നിർദ്ദേശിച്ചതനുസരിച്ച് ഞങ്ങൾക്ക് പെട്ടെന്ന് സ്ഥലം ലഭ്യമാവുകയും ചെയ്യും. അങ്ങനെ ആ സ്ഥാപനത്തിന്റെ ശിലാസ്ഥാപന കർമ്മം പോയി പറയുകയും കഴിക്കുകയും ചെയ്തു. മനസ്സുകൊണ്ട് ഞാൻ വരും, ഒരിക്കലും ശരീരം കൊണ്ട് ഇപ്പോൾ ഹാജരാവേണ്ടതില്ല എന്ന് അദ്ദേഹം പറഞ്ഞതനുസരിച്ച് ഞങ്ങൾ തിരിച്ചു പോകണം. അന്ന് മുതൽ നമുക്ക് എല്ലാവിധ രംഗത്തും മർക്കസിന്റെ മുഴുവൻ ആവശ്യങ്ങളിലും അവിടുത്തെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതാണ് സത്യം. അതുകൊണ്ട് തന്നെയാണ് ഈ വളർച്ച എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ മർക്കസിൽ കേരളത്തിലും ഇന്ത്യയിലും ഇന്ത്യക്ക് പുറത്തുമുള്ള നിരവധി അറിയപ്പെട്ട ഔലിയാക്കളും അറിയപ്പെടാത്ത ഔലിയാക്കളും ഫലീങ്ങളും വന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അവരുടെ പ്രാർത്ഥനാ ഫലവും ഇവിടെ കാണുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി മഅദനി വിഷയ സംബന്ധമായ ഒരു ചോദ്യം. കേരള മുസ്ലിങ്ങളുടെ അവസാന വാക്കായ ആത്മീയ ഗുരു ഉസ്താദ് അവർകൾ വിചാരണ തടവുകാരനായി ബാംഗ്ലൂർ പരപ്പന അഗ്രഹാര ജയിലിൽ കഴിയുന്ന അബ്ദുൽ നാസർ മഅദനിയെ സന്ദർശിക്കുകയും അദ്ദേഹത്തിന്റെ അവസ്ഥ നേരിൽ അറിയുകയും ചെയ്തു. അതോടൊപ്പം കർണാടക മുഖ്യമന്ത്രിയെ കണ്ട് നിരപരാധിയായ മഅദനിയെ മോചിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. ഇത് ലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് പ്രതീക്ഷ നൽകുന്ന ഒരു സംഭവമാണ്. അവിടെ ചെന്നപ്പോൾ മഅദനിയെയും കർണാടക മുഖ്യമന്ത്രിയെയും സന്ദർശിച്ചപ്പോൾ ഉണ്ടായ അനുഭവം ഒന്ന് വിവരിക്കാമോ? മുഖ്യമന്ത്രിയെ മാത്രമല്ല, ഉപമുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രി കൂടിയായ
ആളെയും ഞാൻ സന്ദർശിച്ചിട്ടുണ്ട്. അങ്ങനെ അവർ രണ്ടുപേരും ഞങ്ങളുടെ ആവശ്യം അനുഭാവപൂർവ്വം സ്വീകരിച്ചിട്ടുണ്ട്. അഥവാ മദനിയുടെ പ്രശ്നം കോടതിയിൽ നിൽക്കുന്നതാകയാൽ അദ്ദേഹത്തെ സംബന്ധിച്ച് ഒരു വിധി പറയാൻ ഞങ്ങൾക്ക് അധികാരമില്ല എന്ന് മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും പറയുമ്പോൾ അത് ഞങ്ങൾക്കും അറിയാവുന്ന കാര്യമാണെന്നും അതേസമയം നിങ്ങൾ കോടതിയിൽ ഒബ്ജക്റ്റ് ചെയ്യാതെ ഇരുത്തണമെന്നുമാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത്. ആ പ്രകാരം അദ്ദേഹത്തിന്റെ ജാമ്യം ലഭിക്കുന്നത് ഒരിക്കലും ഗവൺമെന്റ് ഒബ്ജക്ഷൻ പുറപ്പെടുവിക്കുകയില്ല എന്ന് നമുക്ക് പറഞ്ഞിട്ടുണ്ട്. അത് പാലിക്കുമെന്ന് നാം ഉറപ്പ് വിശ്വസിക്കുകയാണ്. മഹദനിയെ കണ്ടപ്പോൾ അദ്ദേഹം ഞങ്ങൾ ചെന്ന് കണ്ടതിൽ വളരെ സന്തുഷ്ടനാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ രണ്ട് കണ്ണിൽ വലത് കണ്ണ് പൂർണ്ണമായി നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇടത് കണ്ണിന് കാഴ്ച കുറഞ്ഞിരിക്കുന്നു. രണ്ട് കിഴങ്ങി നഷ്ടപ്പെട്ടു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. മൂക്ക് പൊട്ടി ഒലിച്ചതിന്റെ പേരിൽ അവിടെ കെട്ടിയിട്ടുണ്ട്, തുണി കൊണ്ട് ചുറ്റിയിട്ടുണ്ട്. വളരെയധികം വംശനായ നിലയിലാണ് അദ്ദേഹത്തിന്റെ സ്ഥിതി ഉള്ളത്. പിന്നെ മാതാപിതാക്കളാവട്ടെ 90 വയസ്സോളം എത്തിയവരാണ്. അവരും വലിയ അവശതയിലാണ്. ഭാര്യയും കുട്ടികളും അദ്ദേഹത്തെ കാണാത്തതിലുള്ള വിഷമം അങ്ങനെയും ഉണ്ട്. ആ നിലയിൽ അദ്ദേഹം വളരെയധികം മാനസികമായും ശാരീരികമായും ക്ഷയിച്ചു പോയിട്ടുണ്ട്. ശബ്ദം പോലും ശരിക്ക് ഇല്ലാത്ത ഒരവസ്ഥയാണ് അദ്ദേഹത്തിന് ഉള്ളത്. അതുകൊണ്ടാണ് ഞങ്ങൾ മാനുഷിക മൂല്യം എന്ന നിലക്ക്, അതിനെ സംരക്ഷിക്കുക എന്ന നിലക്ക് അദ്ദേഹത്തെ മോചിപ്പിക്കണം. കുറ്റക്കാരനാണെങ്കിൽ പിന്നീട് ശിക്ഷിക്കാം. കുറ്റക്കാരനല്ലെന്ന് കണ്ടാൽ ശിക്ഷിക്കാതിരിക്കുകയും ചെയ്യാം. കോയമ്പത്തൂർ ജയിലിൽ 9 മാസക്കാലത്തോളം കിടന്നിട്ട് അവസാനം അദ്ദേഹം കുറ്റക്കാരനല്ലെന്നാണല്ലോ കോടതിയുടെ വിധിയുണ്ടായിരുന്നത്. അതുപ്രകാരം ഉണ്ടെങ്കിൽ അദ്ദേഹത്തെ ശിക്ഷിക്കാതിരിക്കാം. അല്ല, കുറ്റക്കാരനാണെന്ന് കണ്ടാൽ ശിക്ഷിക്കുകയും ചെയ്യാം. ഇത് കുറ്റക്കാരനാണെന്ന് സ്ഥിരപ്പെടാതെ തന്നെ അദ്ദേഹത്തെ ശിക്ഷിക്കുകയാണ് ചെയ്യുന്നത്. ഇത് ശരിയല്ലെന്നും അതുകൊണ്ട് അദ്ദേഹത്തെ മോചിപ്പിക്കണമെന്നുമാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത്. വീണ്ടും മർക്കസുമായി ബന്ധപ്പെട്ട് മറ്റൊരു ചോദ്യത്തിലേക്ക് കടക്കാം. കേരളത്തിൽ ഒരു സ്ഥാപനത്തിനുമില്ലാത്ത പ്രത്യേകത മർക്കസിനുണ്ട്. പ്രവാചകർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഷഹർ മുബാറക്ക് ഉസ്താദിന്റെ കരങ്ങളിലാണുള്ളത്, മർക്കസിലാണുള്ളത്. വർഷങ്ങളായി ഷഹർ മുബാറക്കിന്റെ എളിയ സൂക്ഷിപ്പുകാരൻ എന്ന നിലയിൽ ഉസ്താദിന് നേരിട്ടുണ്ടായ അത്ഭുതങ്ങളുടെ അനുഭവങ്ങൾ എന്താണ്? മർക്കസ് അൽഹംദുലില്ലാ മറ്റൊരു സ്ഥാപനത്തിലില്ലാത്ത നിരവധി പ്രത്യേകതകൾ ഉണ്ട്. അതിന് കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വലിയുള്ളാഹി CM അബൂബക്കർ മുസ്ലിയാർ മഹാനവറുകളും വടകര മുഹമ്മദ് ഹാജി, അതുപോലെ ചാപ്പനങ്ങാടി വാപ്പു മുസ്ലിയാർ തുടങ്ങി അറിയപ്പെട്ടവരും പ്രസിദ്ധരും അല്ലാത്തവരുമായ നിരവധി ഔലിയാക്കൾ കേരളത്തിന്റെ അകത്തു നിന്നും സയ്യിദ് മുഹമ്മദ് അലവി മാലിക്, ഷെയ്ഖ് അബുൽ ഫൈദ് മുഹമ്മദ് യാസീൻ സാദാനി, ഷെയ്ഖ് ഇസ്മായിൽ ഹുസൈൻ, അതുപോലെ ഹസൻ സദ്ദാദ് തുടങ്ങി മക്കയിലും മദീനയിലും ബഗ്ദാദിലും മറ്റ് യമനിലും മറ്റെല്ലാ സ്ഥലങ്ങളിലുമുള്ള പ്രസിദ്ധരായ പ്രഗത്ഭരായ ഔലിയാക്കളും സാലിഹീങ്ങളും ഇവിടെ വന്ന് പ്രത്യേകമായ പ്രാർത്ഥന നടത്തുകയും ആശീർവാദം നൽകുകയും ചെയ്തിട്ടുണ്ട്. അതാണ് ഈ മർക്കസിന്റെ പ്രധാന വളർച്ചയുടെ കാരണം. എനിക്ക് മടവൂർ CM വലിയുള്ളാഹി തന്നെ പ്രത്യേകമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മർക്കസ് എന്ന പേരിൽ അല്ലെങ്കിലും നീ ദർശനം നടത്തുകയും വളർന്നു പറയുകയും സ്ഥാപനമുണ്ടാക്കുകയും ചെയ്യണം, അതാണ് നിന്റെ സേവനമെന്ന് എന്നോട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആ നിർദ്ദേശം അനുസരിച്ചും മറ്റു മഹാന്മാരുടെ ദുആയും ബർക്കത്തും കൊണ്ട് തന്നെയാണ് ഈ സ്ഥാപനത്തിന് ഇത്രയും വലിയ അഭിവൃദ്ധി ഉണ്ടായിട്ടുള്ളത്. ഇപ്പോഴും അൽഹംദുലില്ലാ അഭിവൃദ്ധി ലഭിച്ചുകൊണ്ടിരിക്കുന്നു. മർക്കസിന്റെ പുതിയ സ്ഥാപന സമുച്ചയങ്ങൾ ഈ മാസം 24-ാം തീയതി പ്രവേശനോദ്ഘാടനം നിർവഹിക്കപ്പെടുന്നു. താജുൽ ഉലമയുടെ നേതൃത്വത്തിൽ 313ഓളം സയ്യിദന്മാരാണ് അതിൽ പങ്കെടുക്കുന്നതെന്നും അറിഞ്ഞു. കേരള മുസ്ലിങ്ങളുടെ ഏറ്റവും വലിയ അഭിലാഷത്തിന്റെ പൂർത്തീകരണമാണ് മർക്കസ് സാധിപ്പിച്ചു തരുന്നത്.
ആ മുന്നേറ്റത്തെക്കുറിച്ച് ഞങ്ങളുടെ എല്ലാമായ ഉസ്താദിൽ നിന്ന് തന്നെ നേരിട്ട് കേൾക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഉസ്താദ് വിശദീകരിച്ചാലും. അൽഹംദുലില്ലാഹ്, നമുക്ക് മർക്കസ് സഖാഫത്ത് സുന്നിയിൽ തന്നെ 20,000-ഓളം കുട്ടികളും അതുപോലെ കേരളത്തിന്റെ അറ്റം മുതൽ മറ്റേ അറ്റം വരെയും ഇന്ത്യയുടെ വിവിധ സ്ഥാപനങ്ങളിലും പഠിക്കുന്ന ലക്ഷങ്ങളോ നിരവധി ലക്ഷം വിദ്യാർത്ഥികളും ഉണ്ട് എങ്കിൽ പോലും ഉയർന്ന വിദ്യാഭ്യാസം നേടാനും അത് സമ്പാദിക്കാനും ഉള്ള സൗകര്യം നമ്മുടെ കേരളത്തിൽ വളരെ കുറവാണ്. മർക്കസിൽ മാത്രമല്ല മറ്റെവിടെയും ഇല്ല. അതുകൊണ്ട് വലിയ വിദ്യാഭ്യാസം നൽകുകയും പ്രൊഫഷണൽ വിദ്യാഭ്യാസ രംഗത്ത് കൂടുതൽ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് പ്രചോദനം നൽകുകയും സഹായിക്കുകയും ചെയ്യുവാനാണ് നോളജ് സിറ്റി സ്ഥാപിക്കുന്നത്. ഇൻഷാ അല്ലാഹ് അവിടെ മുഴുവൻ പാർട്ടികളും ഒരുമിച്ച് കൂടിയ ഒരു എഞ്ചിനീയറിംഗ് കോളേജും അതുപോലെ യുനാനി ആയുർവേദ മെഡിക്കൽ കോളേജ്, ഇന്റർനാഷണൽ സ്കൂൾ, ആശുപത്രി, ഐ ടി പാർക്ക് തുടങ്ങിയ നിരവധി സ്ഥാപനങ്ങൾ അവിടെ തുടങ്ങാൻ ആരംഭിക്കുന്നു. അതിന് ആവശ്യമായ 125ഓളം ഏക്കർ ഭൂമി അൽഹംദുലില്ലാഹ് മർക്കസ് ഉടമയാക്കി കഴിഞ്ഞിരിക്കുന്നു. അതിന്റെ ലോഞ്ചിങ് മാത്രമാണ് 24-ാം തീയതി നടക്കുന്നത്. അതിന്റെ തറക്കല്ലിടൽ കർമ്മം സമ്മേളനത്തിൽ വെച്ച് നടക്കുന്നതും പ്രവൃത്തി ആരംഭിക്കൽ റബീഉൽ ആരംഭിച്ച ഉടനെ ഉണ്ടാകുന്നതും. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഉസ്താദിന്റെ വാക്ക് അമൃതായി കാണുന്ന ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ നൽകാനുള്ള സന്ദേശം എന്താണ്? എല്ലാവരോടും പറയാനുള്ളത്, നമുക്ക് അമിത ആവേശം ഉണ്ടാവാൻ പാടില്ല. നാം ഉറപ്പുവരുത്തിയതല്ലാതെ ഫേസ്ബുക്കിലൂടെയും മറ്റും പലരും പറഞ്ഞുകൊണ്ട് ഇല്ലാത്തതൊക്കെ പ്രചരിപ്പിക്കുന്ന സംഭവങ്ങൾ ഇന്ന് ലോകത്ത് നടക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് ഉറപ്പില്ലാത്ത ഒരു കാര്യങ്ങളും പ്രചാരപ്പെടുത്തുകയോ പറയുകയോ ചെയ്യാൻ പാടില്ല. ഇത്തരം വിഷയങ്ങളിലൊന്നും അമിത ആവേശം പാടില്ല. അള്ളാഹു തആലാനെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് അള്ളാഹുവിന്റെ പൊരുത്തം കാണിച്ചുകൊണ്ട് പ്രവർത്തിക്കുകയും കൂടുതൽ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുക. മർക്കസിന്റെ വിജയത്തിനും നോളജ് സിറ്റിയുടെ വിജയത്തിനും അബ്ദുൽ നാസർ മഅ്ദനിയെ ജയിലിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന സംഭവം പെട്ടെന്നുണ്ടാകാനും അതുപോലെ നമ്മുടെ ലോക മുസ്ലിംകളുടെ എല്ലാവരുടെയും നന്മക്കും പൊതുവായും പ്രത്യേകമായും ദുആ ചെയ്യുക, ഇഖ്ലാസ് ഉണ്ടായിരിക്കുക. അതാണ് ജനങ്ങളോട് പറയാനുള്ള സന്ദേശം. നന്ദി. ആമീൻ. നന്ദി ഉസ്താദ് അവർക്ക് വിലപ്പെട്ട സമയം KMIC ന്യൂസ് ഗസ്റ്റ് ഡെസ്കിന് വേണ്ടി കണ്ടെത്തിയതിന് നന്ദി അറിയിക്കുന്നതോടൊപ്പം മർക്കസ് വാർഷിക സമ്മേളനത്തിന്റെ മുഴുവൻ ഓൺലൈൻ സംപ്രേഷണങ്ങളും സമ്മേളന നഗരിയിൽ വിവിധ ടെക്നിക്കൽ പദ്ധതികളും KMIC ഒരുക്കുന്നുവെന്ന സന്തോഷ വാർത്തയും ഉസ്താദ് അവരെ അറിയിക്കുകയാണ്. വലൈക്കും അസ്സലാം. മർക്കസ് മഅദനി നോളജ് സിറ്റി വിഷയത്തിൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുമായുള്ള അഭിമുഖമാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. ഇതോടെ ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. അടുത്ത ന്യൂസ് ബുള്ളറ്റിൻ നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം 6:30 കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂമിൽ. KMICയിൽ ഇനിയും മലപ്പുറത്തു നിന്നും പ്രഗത്ഭ പണ്ഡിതർ അണിനിരക്കുന്ന മർക്കസ് സമ്മേളന സന്ദേശയാത്രയുടെ സമാപന സമ്മേളനം തത്സമയം ശ്രവിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.